ഹലോ എവ്രി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. 2025-2026 അധ്യയന വർഷത്തെ LKG UKG ക്ലാസ്സുകളുടെ അഡ്മിഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2025 ജൂൺ 5-നാണ് ഈ അധ്യയന വർഷത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ലൈവായിട്ടാണ് ക്ലാസ്സുകൾ വരുന്നത്. നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികളെ LKG UKG സർട്ടിഫിക്കറ്റോട് കൂടി തന്നെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ പഠിപ്പിക്കാവുന്നതാണ്. 2 രീതിയിലാണ് LKG UKG ക്ലാസ്സുകൾ വരുന്നത്. നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് ആയിട്ട്, അതായത് സ്കൂളിൽ പോകാത്ത കുട്ടികളാണ് എങ്കിൽ റെഗുലർ ക്ലാസ് ആയിട്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സാണ്, റെഗുലർ ക്ലാസ് ആയിട്ട് കിഡ്സ് ഏരിയ ഓൺലൈനിൽ ജോയിൻ ചെയ്യാം. ഇനി സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, അംഗനവാടിയിൽ പോകുന്ന കുട്ടിയാണ്, അങ്ങനെയുള്ള കുട്ടികളാണ് എങ്കിൽ ട്യൂഷൻ രീതിയിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKG UKGയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം, എങ്ങനെയാണോ ആവശ്യം, അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. 9746487799. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഉള്ളതുപോലെ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈനിൽ ട്യൂഷൻ്റെ അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ്. അതുപോലെ ഈ കാര്യം നിങ്ങൾക്ക് പരിചയമുള്ളവർക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഒക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടി ഇതൊന്ന് അറിയിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഏത് ലെറ്റർ ആണ് നിങ്ങൾക്ക് അറിയാവോ? വിച്ച് ലെറ്റർ ഇസ് ദിസ്? ഇത് ഏത് ലെറ്റർ ആണ്? ലെറ്റർ ബി അല്ലേ? ബി എന്ന ലെറ്റർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പോൾ ബി എന്ന ലെറ്ററിന്റെ സ്മോൾ ലെറ്റർ നിങ്ങൾക്ക് അറിയാവോ? ബിയുടെ സ്മോൾ ലെറ്റർ നിങ്ങൾക്ക് അറിയാവോ? എങ്കിൽ വേഗത്തിലൊന്ന് എഴുതിയേ. ബിയുടെ സ്മോൾ ലെറ്റർ ഏതാ? ഇതാണോ? ഫസ്റ്റ് വൺ ആണോ? സെക്കൻഡ് വൺ ആണോ? ബിയുടെ സ്മോൾ ലെറ്റർ, റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ബി. ബിയുടെ സ്മോൾ ലെറ്റർ വേഗത്തിലൊന്ന് എഴുതിയേ. ബിയുടെ സ്മോൾ ലെറ്റർ ഏതാ? ഇതിൽ ഏതാണ് ബിയുടെ സ്മോൾ ലെറ്റർ? എഴുതി കഴിഞ്ഞോ? ടീച്ചർ സർക്കിൾ ചെയ്യട്ടെ. ബിയുടെ സ്മോൾ ലെറ്റർ ഇതാണ് ബി. നിങ്ങൾ എഴുതിയത് ശരിയാണോ? ശരിയാണെങ്കിൽ ഒരു ടിക്ക് മാർക്ക് കൊടുത്തേ. നിങ്ങൾ നിങ്ങളുടെ പാരൻസ് ടിക്ക് മാർക്ക് തരും. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എച്ച്. എച്ച്, എച്ചിന്റെ സ്മോൾ ലെറ്റർ ഇതിൽ ഏതാണ്? വേഗത്തിൽ എഴുതിയേ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എച്ച്. എഴുതിയോ? ശരി ഉത്തരം ടീച്ചർ പറയട്ടെ. ദ റൈറ്റ് ആൻസർ ഈസ്, ഇതാണ് ശരി ഉത്തരം. നിങ്ങൾ എഴുതിയത് ശരിയാണോ? ശരിയാണോ? യെസ്, വെരി ഗുഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എം. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എം. ഇതിൽ ഏത് ലെറ്റർ ആണ് എമ്മിന്റെ സ്മോൾ ലെറ്റർ എന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുക. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എം. ഇതിൽ ഏതാണ് സ്മോൾ ലെറ്റർ? സ്മോൾ ലെറ്റർ എം ഏതാണെന്ന് മനസ്സിലാക്കുക, എഴുതുക. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എം. ആൻസർ ഈസ് ദിസ് വൺ. ഇതാണ് ശരി ഉത്തരം. നിങ്ങൾ എഴുതിയത് ശരിയാണോ? ഇത് തന്നെയാണോ എഴുതിയേ? യെസ്. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ഇ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ഇ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ഇ. ഇയുടെ സ്മോൾ ലെറ്റർ എഴുതുക. ഇയുടെ സ്മോൾ ലെറ്റർ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ഇ. എഴുതിയോ? ശരി ഉത്തരം പറയട്ടെ. ദ റൈറ്റ് ആൻസർ ഈസ്, ഇതാണ് ഇ. ഇ. ശരിയാണോ? ശരിയാണെങ്കിൽ ടിക്ക് മാർക്ക് മേടിക്കുക കേട്ടോ. നിങ്ങളുടെ പാരന്റിന്റെ കയ്യിൽ നിന്ന് ടിക്ക് മാർക്ക് മേടിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എൽ. എല്ലിന്റെ സ്മോൾ ലെറ്റർ എഴുതാം. Write the small letter of L. Write the small letter of L. Write the small letter of L. എഴുതിയല്ലോ. Right answer is L. ഇതാണ് L. Okay. ശരിയല്ലേ? Yes. Next question. Write the small letter of T. Write the small letter of T. Write the small letter of T. T യുടെ സ്മോൾ ലെറ്റർ എഴുതുക. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ടി.
എഴുതിയോ? ടി ഏതാണ്? ഇതിൽ ഏതാ ടി? ഇതാണ് ടി. ടി ടി ശരിയാണോ? നിങ്ങൾ എഴുതിയത് ശരിയാണോ? ശരിയാണ്, ടിക്ക് മാർക്ക് മേടിക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് വി. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് വി. വിയുടെ സ്മോൾ ലെറ്റർ എഴുതിയേ. വിയുടെ സ്മോൾ ലെറ്റർ ഇതിൽ ഏതാണ് ശരിയായത് അത് എഴുതുക. സ്മോൾ ലെറ്റർ ഓഫ് വി. വിയുടെ സ്മോൾ ലെറ്റർ ഇതിൽ ഏതാണോ ശരി അത് എഴുതുക. തെറ്റാതെ എഴുതിയേ. എഴുതിയോ? ആൻസർ പറയട്ടെ ടീച്ചർ. ഇതാണ് വിയുടെ സ്മോൾ ലെറ്റർ. സ്മോൾ ലെറ്റർ വി. ശരിയാണോ? നിങ്ങൾ എഴുതിയത് ശരിയാണോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എ. 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 എയുടെ സ്മോൾ ലെറ്റർ എഴുതിയേ. എയുടെ സ്മോൾ ലെറ്റർ എഴുതിയായിരുന്നോ? ശരി ഉത്തരം ടീച്ചർ പറയട്ടെ. ഇതാണ് എ. എ. നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ? ശരിയാണോ? വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് പി. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് പി. പിയുടെ സ്മോൾ ലെറ്റർ എഴുതുക. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് പി. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് പി. പിയുടെ സ്മോൾ ലെറ്റർ എഴുതിയായിരുന്നോ? യെസ്. ശരിയായ ഉത്തരം ഇതാണ്. ശരിയായ ഉത്തരം പി. പി. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ഡി. 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 ഇതിൽ ഏതാണോ സ്മോൾ ലെറ്റർ ഡി അത് എഴുതുക. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ഡി. എഴുതി കഴിഞ്ഞായിരുന്നോ? ആൻസർ പറയട്ടെ. ആൻസർ ഈസ് ഇതാണ് ഡി. സ്മോൾ ലെറ്റർ ഡി. ഓക്കെ. അപ്പോൾ ടീച്ചർ 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 10 ലെറ്റേഴ്സ് തന്നു. അതിൻ്റെ സ്മോൾ ലെറ്റർ എഴുതാൻ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ശരിയാണോ? ശരിയാണോ? ഫുൾ മാർക്സ് കിട്ടിയ ആരൊക്കെയുണ്ട്? ഓക്കെ, മാർക്ക് വേഗത്തിൽ കൗണ്ട് ചെയ്യൂ. ഫുൾ മാർക്സ് കിട്ടിയവർ? യെസ്, വെരി ഗുഡ്. വെരി ഗുഡ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും റിവിഷൻ ചെയ്യാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് റിവിഷനൊക്കെ ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും റിവിഷൻ ചെയ്യാം ചിൽഡ്രൻ. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.